ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്പെഷ്യൽ വിഭവമാണ്. അത് കൽത്തപ്പം. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ടും ഉണ്ടായിരിക്കും. അതിന് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ലതായിട്ടൊരു കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ലവണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കണത്. ഇത് അപ്പത്തിൻ്റെ പാകത്തിനുള്ള അരിപ്പൊടി നന്നായിട്ട് വറുത്തെടുത്തേക്കണതാണ്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. നമ്മളിത് കലക്കി എടുത്തിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇത് 1 മുറി തേങ്ങയുടെ പകുതിയാണ്. പിന്നെ ഒരു 6 ഏലക്ക ഇതും കൂടി അരിപ്പൊടിയുടെ കൂടെ അരച്ചെടുക്കണം. 2 സ്പൂൺ ചോറും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണം. നല്ല കൊമളയൊക്കെ ആയിട്ട് വന്നേക്കണം. കണ്ടോ, ഇതാണ് പാകം. ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തത്. ഉള്ളിയും തേങ്ങയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വാങ്ങി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നമ്മൾ അരി അരച്ചേക്കണതാണല്ലോ വെള്ളം ചേർത്ത്. ഇത് 200 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കണേ. നമ്മൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങയും ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കാം. അതിൽ പകുതി ആട്ടോ ചേർക്കണുള്ളൂ, പകുതി മാറ്റി വയ്ക്കാം. ശർക്കര ഉരുക്കിയത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടിന് തന്നെയാണ് കേട്ടോ ഒഴിക്കണത്. ശർക്കരയും കൂടെ ഒഴിച്ചപ്പോൾ ഈ പാകമായിട്ടുണ്ട്. ഒരു കുക്കർ അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഈ കുക്കറിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നമ്മൾ ആദ്യം ആ വറുത്തയിലുള്ള കുറേ ഓയിൽ കിടപ്പുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കലക്കി വെച്ചേക്കണം മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം മാറ്റി വെച്ച തേങ്ങയും ഉള്ളിയും കൂടെ ഉള്ളതും കൂടെ ചേർക്കാം. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. വെയിറ്റ് ഇടണ്ട കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇടാം. ലോ ഫ്ലെയിമിലേക്ക് ഒരു 6-7 മിനിറ്റും കൊണ്ട് നമുക്കിത് ശരിയായി കിട്ടും. അപ്പോൾ പയ്യെ ആവിയൊക്കെ പൊങ്ങി വരും. അത് ആവി പൊങ്ങി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചെറുതായിട്ട് കൊമളയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ശരിക്കും ആവി അങ്ങ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല ഒന്നാന്തരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. ഇനി സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സൈഡൊക്കെ നല്ലതായിട്ട് കൈ കൊണ്ട് തന്നെ എടുക്കാതെ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൽത്തപ്പം കിട്ടിയേക്കണത്. നല്ല ഒന്നാന്തരമായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ല ഷേപ്പായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ കൽത്തപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വര പോലെ വന്നെ, ഇങ്ങനെ ആര് പോലെ വന്നെങ്കിലാണ് നമ്മുടെ കൽത്തപ്പം ശരിക്കായുള്ളൂ. ഇത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കൽത്തപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റാണ്. പിന്നെ കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടി പോവാതെ നോക്കണം. അതുപോലെ ചുമന്നുള്ളി ഒരു കാരണവശാലും ഇടാതിരിക്കരുത്. ചുമന്നുള്ളിയാണ് നമ്മുടെ കൽത്തപ്പത്തിന് ഏറ്റവും സ്വാദ് തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ലൊരു പലഹാരമാണ്.